ഹലോ കുട്ടികളെ, ഇന്ന് നമുക്കൊരു പുതിയ കഥ കേൾക്കാം. എലിയും പൂച്ചയും. ഒരിടത്ത് ഒരു വീട്ടിൽ കുറെ എലികൾ താമസിക്കുന്നുണ്ടായിരുന്നു. എലികളെ കൊണ്ടുള്ള ശല്യം കൂടിയപ്പോൾ വീട്ടുടമസ്ഥൻ ഒരു പൂച്ചയെ കൊണ്ടുവന്നു. പൂച്ചയുടെ മ്യാവൂ മ്യാവൂ ശബ്ദം അവിടെ എങ്ങും മുഴങ്ങി. പൂച്ചയെ വീട്ടിലെത്തിച്ചതോടുകൂടി എലികളുടെ കഷ്ടകാലം തുടങ്ങി. അവർ വിചാരിച്ചു, ഇനി എങ്ങനെയാ പുറത്തിറങ്ങുക? ഈ പൂച്ചയുടെ മുമ്പിൽ പെടാതെ രക്ഷപ്പെടാൻ എന്താണൊരു മാർഗം? എവിടെ എലിയെ കണ്ടാലും പൂച്ച അതിൻ്റെ പുറത്ത് ചാടി വീഴും, അതിനെ ഭക്ഷിക്കും. പിന്നീട് അങ്ങോട്ട് എലികൾ പൂച്ചയുടെ ശബ്ദം കേൾക്കുന്ന സമയത്ത് തങ്ങളുടെ മാളത്തിൽ ഒളിച്ചു. ഒറ്റ എലിയെ പോലും പുറത്തു കാണാനില്ലാതായി. എലിയെ പിടിക്കാൻ പറ്റാതെ പൂച്ച വിശന്ന് ആകെ വിഷമത്തിലായി. അത് മനസ്സിൽ വിചാരിച്ചു, ഒറ്റ എലിയെ പോലും കിട്ടുന്നില്ല. എനിക്ക് വിശക്കുന്നു. ഈ എലികളൊക്കെ എവിടെ പോയി ഒളിച്ചു? എലികൾക്ക് ആകെ ടെൻഷനായി. അവർ പൂച്ചയുടെ വരവ് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു കാവൽക്കാരനെ നിർത്തി. പൂച്ചയെ എവിടെ കണ്ടാലും കാവൽക്കാരനായ എലി കൂട്ടുകാരെ ഒരു പ്രത്യേക തരത്തിൽ ശബ്ദമുണ്ടാക്കി വിവരമറിയിക്കും. പൂച്ചയ്ക്ക് എലികളെ കിട്ടാതായി. പൂച്ചയ്ക്കാകെ ദേഷ്യം വന്നു. എന്തെങ്കിലും ബുദ്ധി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ തനിക്ക് എലികളെ കിട്ടൂ എന്ന് പൂച്ച മനസ്സിലാക്കി. പൂച്ച എലിയുടെ മാളത്തിന്റെ മുൻപിൽ ഒരു മരത്തിൽ കെട്ടിത്തൂങ്ങി ചത്തതുപോലെ കിടന്നു. എലികൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ പൂച്ച ചത്തുകിടക്കുന്നു. എലികൾക്ക് സന്തോഷമായി. അവരുടനെ തന്നെ അവരുടെ ഗുഹയിൽ നിന്ന് പുറത്തു വന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. പൂച്ച ചത്തേ ലല്ലല്ല, പൂച്ച ചത്തേ ലല്ലല്ല. ഈ സമയത്ത് പൂച്ച ചാടി എഴുന്നേറ്റ് അവരുടെ മേത്തേക്ക് ചാടി വീണു. ചിതറി ഓടിയ എലികളുടെ ഇടയിൽ നിന്ന് 3-4 എലികളെയും പിടിച്ച് തൻ്റെ വാസസ്ഥലത്തേക്ക് പോയി. അവയെ അങ്ങ് ഭക്ഷിച്ചു. എലികളാകെ അങ്കലാപ്പിലായി. എന്നിട്ടും നമ്മുടെ പൂച്ചയ്ക്ക് വിശപ്പ് തീർന്നില്ല. ഇനിയും എലികളെ തിന്നണമെന്ന് വിചാരിച്ചുകൊണ്ട് പൂച്ച അടുത്ത പദ്ധതി തയ്യാറാക്കി. നാളെ തന്നെ കുറച്ച് എലികളെ കൂടെ എനിക്ക് തിന്നണം. എന്നിട്ട് ആ വീടിന്റെ അടുക്കളയിൽ കയറി ഗോതമ്പ് മാവിന്റെ പൊടിക്കുള്ളിൽ ഒളിച്ചു. എലികൾ പതുക്കെ ഗോതമ്പ് മാവ് കഴിക്കാനായി അവിടെ എത്തി. പക്ഷേ എലികളുടെ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന ഒരു എലി ഉണ്ടായിരുന്നു, ഒരു അപ്പൂപ്പൻ എലി. ആ എലിക്ക് ഗോതമ്പ് മാവിനുള്ളിൽ എന്തോ അപകടം മണത്തു. എലി തൻ്റെ കൂടെയുള്ള എലികളെയെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ആ മാവിൻ്റെ അടുത്തേക്ക് പോവരുതേ, അവിടെ അപകടമുണ്ട് കേട്ടോ. എന്നിട്ട് നേരെ പൂച്ച ഒളിച്ചു പാർത്തിരുന്ന മാവിൻ്റെ മുകളിലുള്ള വെള്ളപ്പാത്രം തട്ടി പൂച്ചയുടെ മേത്തേക്ക് ഒഴിച്ചു. ഈ സമയത്ത് പൂച്ച മാവിൽ നിന്ന് പുറത്തു വന്നു. അങ്ങനെ എലികൾ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അതുമാത്രമല്ല, അവർ തങ്ങളെ രക്ഷിച്ച പ്രായമുള്ള എലിയെ സന്തോഷത്തോടുകൂടി കെട്ടിപ്പിടിച്ചു. അങ്ങനെ പൂച്ചയിൽ നിന്നവർ രക്ഷപ്പെട്ടു. അപ്പം നമ്മൾ എന്തു പഠിച്ചു കുട്ടികളെ? കാണുന്നതെല്ലാം അതേപടി വിശ്വസിക്കരുത്. ബുദ്ധിയോടുകൂടി ചിന്തിച്ചു വേണം നാം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. മൂത്തവർ പറയുന്നത് അനുസരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ, എന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത കഥയുമായി പിന്നീട് കാണുന്നത് വരെ ബൈ ബൈ.